يستطيع الدارس من خلال دراسة هذه الوحدة قراءة واستحسان القصة الذي أبطل القنبلة لحنامينة، وفهم خلاصة القصة الذي أبطل القنبلة، وفهم معاني المفردات والتعابير الغريبة الواردة في القصة، وإدراك المواضع والقضايا التي عالجها الأديب في القصة. ഹന്നാമീനയുടെ ഖിസ്സ അൽ ഖസീറ വളരെ പ്രശസ്തമാണെന്നും ലോക സാഹിത്യത്തിൽ അല്ലെങ്കിൽ അറബി സാഹിത്യത്തിൻ്റെ ലോകത്തെ വലിയ സാഹിത്യങ്ങൾക്കിടയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ സാഹിത്യ രചനകളിൽപ്പെട്ട ഒന്നാണ് ഹന്നാമീനയുടെ രചനകൾ എന്നൊക്കെ നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സിൽ ഹന്നാമീനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഹന്നാമീനയുടെ അല്ലദി അബ്തലൽ ഖുംബുല എന്ന കഥയിൽ നിന്ന്, ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. അത് പറയാനുള്ള കാരണം എന്താണ് ഹന്നാമീനയുടെ രചനയുടെ പ്രത്യേകത, എന്താണ് ഖിസ്സ ഖസീറയുടെ രൂപം, എന്തുകൊണ്ട് ഈ സാഹിത്യ രചന സാമൂഹിക വിഷയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ സ്ഥാനം പിടിക്കുന്നു എന്നൊക്കെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഭാഗം നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ ഒരുങ്ങുന്നത്. ഏതായാലും നമുക്ക് ഈ ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അഷ്ജാഅ, അത്തളഹിയ, അൽ ഇൻസാനിയ ഫി മൈദാനിൽ ഹർബ്, അൽ ഖൗഫു വത്തവത്തുറു, അത്തഫാഉലു വൽ അമലു വതാഖുറുൽ അൻളിമ ലാ മുബാലാത്തൽ ജമാഹീർ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു കഥയുടെ അല്ലദി അബ്തലൽ ഖുംബുല എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ വലിയൊരു കഥാഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഖുംബുലത്ത് എന്ന് പറഞ്ഞാൽ ബോംബ് എന്നാണ്. അല്ലദി അബ്തലൽ ഖുംബുല, ബോംബ് നിർവീര്യമാക്കിയവൻ. അല്ലദി ആ ഒരു മൗസൂല കൊണ്ടാണ് തുടങ്ങുന്നത്. ഹുവല്ലദി അബ്തലൽ ഖുംബുല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു സാങ്കല്പികമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഉദ്ദേശം ബോംബ് നിർവീര്യമാക്കിയവൻ എന്നാണ് ഈ കഥയുടെ ഒരു ടൈറ്റിൽ തന്നെ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ഡിസ്കഷനിലേക്ക് കടക്കുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ അഷ്ജാഅ, ധീരതയെക്കുറിച്ച്. അപ്പോൾ ആ തീംസിലേക്ക് ഞാൻ ഈ ഡിസ്കഷൻ്റെ ഭാഗങ്ങൾ കുറച്ച് പറഞ്ഞതിന് ശേഷം വരാം. ബോംബ് നിർവീര്യമാക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുമെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വഖഅത്ത് ഹാദിഹിൽ ഹാദിസ ഫിൽ അയ്യാമിൽ ഊല മിൻ ഹർബി തിശ്രീൻ മിൻ ആം 1973 ഒക്ടോബറിൽ നടന്ന ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെ ഹന്നാമീനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ യുദ്ധവും മറ്റുമൊക്കെ നേരിട്ട് കണ്ട ആ ഒരു നേർക്കാഴ്ചയുടെ ഒരു തീഷ്ണാനുഭവങ്ങളെ തൻ്റെ വരകളിൽ, തൻ്റെ രചനകളിൽ അദ്ദേഹം വരച്ചു കാട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഒരു രീതിയിൽ ഒരു ലൈവ് സ്റ്റോറി പോലെയാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. അവിടെ കാനത്ത് താഇറാത്തുൽ ഇസ്രാഈലിയ ഖദ് ഖസഫത്ത് അഹ്യാ അസ്സകീന ഫി ദിമസ്ക്, ഡമാസ്കസിലെ ശാന്തമായി കിടക്കുന്ന ഗ്രാമങ്ങളെ പ്രവിശ്യകളെയൊക്കെ അൽ അഹ്യാ ഉസ്സകീന ഫി ദിമസ്ക്, ഡമാസ്കസിലെ കൊച്ചു ഗ്രാമങ്ങളെയൊക്കെ ഇസ്രായേലിലെ വിമാനങ്ങൾ ബോംബെറിഞ്ഞിരുന്നു. ഖസഫത്ത്, ബോംബെറിഞ്ഞു. അൽ അബിനിയ, ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ. وتساعدت الحرائق وردم الأحياء تحت الأنقاض فقتل عشرات من الرجال والنساء والأطفال والأبرياء. നിരന്തരമായ ബോംബ് വർഷങ്ങൾ കൊണ്ടും അക്രമങ്ങൾ കൊണ്ടും തീവെപ്പുകൾ കൊണ്ടൊക്കെ തസാഅദത്തുൽ ഹറായിഖ്, തുടരെയുള്ള തീവെപ്പുകൾ, റദമൽ അഹ്യാ തമർന്നുപോയി, തഹത്തൽ അൻഖാദ് ബറീഡ്, റദമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിനടിയിൽപ്പെട്ടുപോയി. അതുപോലെ ഫഖുത്തിലെ അഷറാത്തും മിനറ്റ് റിജാലി വൻ നിസാ, ഡസൻ കണക്കിന് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നൂറുകണക്കിന് ആളുകൾ, അഷറാത്തിന് 10 കണക്കിന് എന്നാണ്, പക്ഷേ ഒരു ദശക്കണക്കിന് ആളുകൾ മരിച്ചുപോയി, കുട്ടികൾ മരിച്ചുപോയി, അബിരിയാ നിരപരാധികൾ മരണപ്പെട്ടു പോയി. ആ ഒരു സംഭവം. വൻതഹത്തിൽ ഗാറ വന്തലഖത്ത് ഫർഖൽ ഇൻഖാദ് ഫി ഷവാരി, വൻതഹത്തിൽ ഗാറ യുദ്ധം അവസാനിച്ചു. വന്തലഖത്ത് ഫർഖൽ ഇൻഖാദ് ഫി ഷവാരി അല്ലത്തി തജ്മു ഫിഹ الناس للمساعدة وارتفعت أصوات مزامير سيارتها لكن القنابل الموقوتة والصواريخ التي لم تنفجر كانت تضوي بين لحظة وأخرى لتهدم بيوتا جديدة وتقتل أبرياء جديدة. യുദ്ധത്തിൻ്റെ മുറവിളികളൊക്കെ അവസാനിച്ചെങ്കിലും ബോംബ് വർഷവും മറ്റും റോക്കറ്റുകളും മറ്റു
പീരങ്കികളുമൊക്കെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. ഇതാണൊരു സാഹചര്യം. വസലത്ത് മനാത്തിഖുൽ ഖഫസ് വ ഔഖഫ السير في الشوارع وطرق المؤدية إليها وجرى تحذير السكان من القنابل الموقوتة. യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല. ആ യുദ്ധങ്ങളുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച തുടർന്നുകൊണ്ടേയിരുന്നു. ആളുകൾ താമസിക്കുന്ന വീടുകളും റോഡുകളും ഒക്കെ ശാന്തമായി. കാരണം ബോംബിൻ്റെ ഭീഷണിയെ തുടർന്ന്. വഖാമ ശബാബു മുഹമ്മദ് റിജാലിസിർ വസാഅദു ഫി അമലിയാത്തിൽ ഇൻഖാദ് വയുഷിറു ഇഖ്റാജിൽ ജുസസ് മിൻ തഹ്തിൽ ഇൻഖാദ്. യുവാക്കളൊക്കെ ഇറങ്ങി ശവങ്ങൾ കോരിയെടുക്കുന്നതിലൊക്കെ സഹായങ്ങൾ തുടങ്ങി. ഫി മൻതഖത്തി യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഫി മൻതഖത്തി അൽ ഹൽബൂനി ഖറുബ മസ്കനു തുല്ലാബിൻ കുല്ലിയത്തിൽ ആദാബ്. ഇനിയിപ്പോൾ നമ്മൾ ഈ പറയുന്ന കഥ സംഭവിക്കുന്നത് ഹൽബൂൻ എന്നൊരു പ്രദേശത്താണ്. ഖറുബ മസ്കനി തുല്ലാബി കുല്ലിയത്തിൽ ആദാബ്, ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന കോളേജ് ഹോസ്റ്റലിൻ്റെ സമീപ പ്രദേശത്ത്. ക്യാനന്നാസു യതറാക്കലൂന. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സോഷ്യൽ സിറ്റുവേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ക്യാനന്നാസു യതറാക്കലൂന വയതൽഹല്ലഖൂന വഖറജ ലാബിത്തും മിൻ മക്തബ് ഖരീബ് വസ്തൻഫറ അനാസിറുഹു ലിബാദിൽ മുതറാക്കിലീൻ. അവിടെ ആളുകളൊക്കെ തടിച്ചുകൂടി ഡാൻസ് കളിക്കുന്നു, വട്ടം കൂടി നിൽക്കുന്നു, ആഘോഷിക്കുന്നു. വസ്തൻഫർ അനാസിറുഹു ലിബാദിൽ മുതറാക്കിലീൻ. ഒരു പട്ടാളക്കാരൻ, ഒരു കാവൽക്കാരനായ ആൾ വന്നു ജനങ്ങളെ അവിടെ നിന്നും വിദൂരത്താക്കാൻ നോക്കി. മിൻ ഹൗല ഖുംബുല മൗഖൂത സഖതത് ഫിൽ ബാഹ. അവിടെ തൊട്ടടുത്ത് ആളുകളൊക്കെ തിങ്ങി താമസിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ പരിസരത്തൊരു ബോംബ് വന്നു വീണു. അത് ഒന്നൊന്നിന് പുറകെയായിട്ട് ബോംബുകളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അവിടെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ബോംബുകൾ വർഷിച്ചുകൊണ്ടിരുന്നു. ഇവിടെ പറയുന്നത് ഒരു ടൈം ബോംബിനെ കുറിച്ചാണ്. ഇനി നമ്മൾ ആ കീ തീംസിലേക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യുദ്ധ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മളിതിൽ പറയാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ ധീരത, ഒരു വ്യക്തിയുടെ തൽഹിയത്ത്, സാക്രിഫൈസ് എന്നൊക്കെ പറയും. നമ്മൾ സ്വയം ബലിയാടാകാൻ തയ്യാറാവുക. അൽ ഇൻസാനിയത്തു ഫി മൈദാനിൽ ഹർബ്, യുദ്ധനഗരിയിലെ മനുഷ്യത്വം, ഭയം, അതുപോലെ തുടങ്ങിയ കാര്യങ്ങൾ ആണ് ഇതിലെ തീമായിട്ട് വരുന്നത്. അത് ശുഭാപ്തി വിശ്വാസം, പ്രതീക്ഷ, പിന്നെ താഹുറുൽ അള്ളുമ, ഭരണ സിസ്റ്റത്തിൻ്റെ അവധാനത അല്ലെങ്കിൽ സാവധാനമാകൽ, ലാ മുബാലാത്തൽ ജമാഹിർ, ഒരു പൊതുജനത്തിൻ്റെ ഒരു പരിഗണനയില്ലായ്മ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കുട്ടികളൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും പല രീതിയിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ബോംബ് പതിക്കുകയാണ്. ഒരുപാട് ജനവാസ സ്ഥലമുള്ള സ്ഥലത്ത് ഒരു ബോംബ് പതിക്കുകയാണ്. അതാണ് നമ്മുടെ കഥയുടെ ഇതിവൃത്തമായിട്ട് വരുന്നത്. ഈ ബോംബ് പതിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ലളിതമായി ചുരുക്കി പറഞ്ഞാൽ ഒരു യുവാവ് പട്ടാളക്കാരനാവാൻ ആഗ്രഹിക്കുകയും അതിൻ്റെ പരിശീലനമൊക്കെ നടന്നുകയും ചെയ്ത് പട്ടാളക്കാരനാവാൻ കഴിയാതെ വന്ന ഒരു യുവാവ് ആ ബോംബ് നിർവീര്യമാക്കുന്നതിന് വേണ്ടി സ്വയം ചാടി പുറപ്പെടുന്ന ഒരു രംഗമാണ് കഥയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥ പറയുന്നിടത്ത് സാമൂഹികമായിട്ടുള്ള സമൂഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ പറയുന്നുണ്ട്. ബോംബ് അവിടെ കിടക്കുന്ന സമയത്ത് ജനങ്ങൾ, കുറേ ആളുകൾ നിയമപാലകർ പറയുന്ന വസ്തുതകൾ അനുസരിക്കാതെ, നമ്മളൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാഴ്ചക്കാരായിട്ടും ഫോട്ടോ പിടിച്ചുമൊക്കെ ആളുകൾ തിങ്ങിക്കൂടി ഇങ്ങനെ ചുറ്റും ഇതൊരു കാഴ്ച വസ്തുവാക്കി മാറ്റി നിയമപാലകരെ പോലും പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം. അങ്ങനത്തെ ഒരു സാഹചര്യം. ഇതിനിടയിലും നിയമപാലകർ നിസ്സഹായരായി നിൽക്കുന്ന സമയത്ത് സ്വയം ചാടിപ്പുറപ്പെട്ട് ഇത് ക്ഷമിപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു യുവാവ്, ആ യുവാവിൻ്റെ ഒരു ധീരസാഹസികത. എന്തുകൊണ്ട് യുവാവ് അതിനെ ഇറങ്ങിപ്പുറപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഈ യുവാവ് പട്ടാളത്തിൽ ചേരുന്നതിന് വേണ്ടി പരിശീലനവും മറ്റുമൊക്കെ കഴിഞ്ഞ് കുറേ പരിശ്രമിച്ചെങ്കിലും പോസ്റ്റിങ്ങുകൾ, അപ്പോയിൻമെൻറ്റുകൾ നടക്കാത്തതിനാൽ ഇദ്ദേഹത്തിന് ജോലി കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു ധീരപ്രവൃത്തിയിലൂടെ ഇദ്ദേഹത്തിന് ജോലി കിട്ടിയാലോ എന്നുള്ള ആഗ്രഹം കൂടി ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത്തരം ഒരു സാഹചര്യമാണ്. ഏതായാലും അസാത്ത് മനാത്തിഖുൽ ഖഫസ് കാൻ അന്നാസു യത്രാക്കലൂന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജനങ്ങളുടെ ഒരു അവസ്ഥ പറഞ്ഞു. കാൻ ലാബിത്തു യാരിഫ് ഖത്തർ ഖുംബുലത്തിൻ മിൻ ഹാദൻ നൗഫ്. അവിടെ ലാബിത്തുണ്ട്, പോലീസുകാരൻ അല്ലെങ്കിൽ കാവൽക്കാരനുണ്ട്. കാന ലാബിത്ത് യാരിഫു ഖത്തർ ഖുംബുലത്തി മിൻ ഹാദൻ നൗ. ഇത്തരം കുംബുലത്തിൻ്റെ ബോംബിൻ്റെ ഒരു ടൈം ബോംബിൻ്റെ അപകടം അറിയാലോ. വഖദ് ദഖല മക്തബഹു വഅബ്ലഗ ഫിർഖത നസൽ മുതഫജ്ജിറാത്ത് സുമ്മ ദഖലഹു സാനിയൻ വഹതഫ മുസ്തഅജിലൻ. അദ്ദേഹം ഓഫീസിൽ കയറി, അദ്ദേഹം കുറേ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി, പിന്നെ വീണ്ടും കൂടി. വഹതഫ മുസ്താജിലൻ വസൂൽ അൽ ഫരീഖ് അൽ മുഖ്തസ് ബി ബിത്താലിൽ ഖനാബിൽ. അദ്ദേഹം ബോംബ് നിർവീര്യമാക്കുന്ന ഒരു സംഘത്തിന് അദ്ദേഹം വിളിച്ചറിയിച്ചു. വല്ലല്ല യഫ്അലു ദാലിക ഇദ്ദത്തി മറാത്തിൻ. അപ്പോൾ ഓഫീസിൽ കയറി ഫോണൊക്കെ വിളിച്ച് അതിൻ്റെ ആളുകളൊക്കെ അറിയിക്കുന്നുണ്ട്. കാന ലാ യസ്തതിഉൽ മുകൂസ ഫി ദാഖിലി വതർക്കു അന്നാസി യജ്തമഊന ബൈനഹും.
കാനലാസത്തിയുൽ മുക്കൂസഫിദ്ദാഖലി, അദ്ദേഹത്തിന് അകത്ത് നിൽക്കാനും വയ്യ, ജനങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടെ അതിൻ്റെ ചുറ്റും. ലാ യഖദിറൂന ഖത്തറ ബൈനഹും, കുട്ടികൾ വരെയുണ്ട്. ലാ യഖദിറൂന ഖത്തറൽ മൗത്തില്ലദീ തഹ്മിലുഹുൽ ഖുംബുല, ഈ ബോംബിൻ്റെ ഒരു അപകടം എന്താണ് എന്ന് അവർ പരിഗണിക്കുന്നില്ല. വലാഹു ബിഖാദിരിൻ അയ്യത്തുമ ഇന്ന ഇദാ ലം യസ്ലിം മുഖ്തസ്സൂന ബിഹാദൽ അമലി ഇലാ മക്കാനിഹ, മാത്രമല്ല ഇവരടക്കി നിർത്തിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ മുഖ്തസ്സീങ്ങൾ, ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ ഇതിന് വന്നു കഴിഞ്ഞാൽ അവരങ്ങോട്ട് അടുപ്പിക്കാനും ഇത് അദ്ദേഹത്തിന് കഴിയില്ല. ലിഹാദ ഖാൻ അള്ളാബിത്ത് ഫി അഖ്സ ഹാലത്ത് തവഫുസ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പോലീസുകാരൻ വല്ലാത്തൊരു പ്രയാസത്തിലാണ്. അഖ്സായത് തഹഫുസ്, ഒരു വിജിലൻസിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ കരുത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആകെ പ്രയാസമാകുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഉണ്ടായത്. അലാമ അള്ളാഹുൽ ഖാരിജി മിൻ ഹുദൂഇല്ലാഹിരി യഹൂലു ഫിഹി ദൂന ഇർത്തിബാഖിൽ ജംഹൂരിൽ മുതസായിദ് വൽ ഖൽഖ, അദ്ദേഹത്തിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നതും അവരുടെ ടെൻഷനും അവരെ ഒതുക്കി നിർത്തുന്നതിനും അദ്ദേഹത്തിന് കഴിയുന്നില്ല. വക്കാന അഷദ്ദുമായ ഷാഹു അന്തം ഫുജറൽ കുംബുല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പേടി ബോംബ് എപ്പോഴാണ് പൊട്ടി വീഴുക. فتتصدى الأبنية القريبة منها وتصيب شظايا السكان الذين خرجوا إلى الشرفات لمعرفة سبب تراكل الناس وتجمهرهم. അങ്ങനെ ഫതതസദ്ദൽ അബ്നിയത്തുൽ ഖരീബ, തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകൾ കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. വതുസീബ ഷലായാഹ അസുക്കാൻ അല്ലദീന ഖറജു ഇലാ ഷുറഫാത്തിൽ മാരിഫത്തി സബബു തറാഖുലിൻ നാസ് വതജംഹുരിഹിം. ഷറഫാത്ത് എന്ന് പറഞ്ഞാൽ ബാൽക്കണികളിലൊക്കെ ഒരുമിച്ച് കൂടി എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളുടെ കെട്ടിടങ്ങളിൽ തീപ്പൊരി പകർന്ന് ആ കെട്ടിടങ്ങളൊക്കെ തകരാനും സാധ്യതയുണ്ട്. വലിയ റോയത്തിൽ ഖുംബുലത്തിലെത്തി യുഷീറു ഇലൈഹൽ മുതജംഹറൂൻ. പിന്നെ ആളുകൾ എന്തിനാണ് ബാൽക്കണിയിലൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? ബോംബ് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബോംബ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അവിടുത്തെ ഒരു സാഹചര്യം. ഒരു ബോംബ് അവിടെ കിടക്കുന്നുണ്ട്, ടൈം ബോംബ് അവിടെ കിടക്കുന്നുണ്ട്, എപ്പോഴാണ് പൊട്ടുകയെന്നറിയില്ല. അവിടെയുള്ള ഉദ്യോഗസ്ഥന് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ബോംബ് നിർവീര്യമാക്കാനുള്ള ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾ ചുറ്റുവട്ടത്തുള്ള കെട്ടിടങ്ങളിലുള്ള ആളുകളൊക്കെ അത് കാണാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഈ പോലീസുകാരൻ അല്ലെങ്കിൽ ഈ ലാബിത്ത് ഭയപ്പെടുന്നത് ഇത് പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങുകളടക്കം അതിൻ്റെ ഷലായ തീപ്പൊരികൾ കൊണ്ട് അതിനിടയിൽ പെട്ടുപോകുമെന്നാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫിഹാദിഹിൽ ലഹ്ളാത്തി മർറ ബിൽ ബാഹത്തി ഷാബുൻ, പെട്ടെന്ന് മുറ്റത്തേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് വന്നു. ഷാബുൻ സബഖലഹു അനദ്ദ ഖിദ്മത്തുൽ ഇൽമ്, ഒരു യുവാവ്, അയാൾക്കിതുമായിട്ടുള്ള അറിവുകളൊക്കെ ഉണ്ട്, സർവീസുമായിട്ടുള്ള അറിവുകൾ പഠിച്ച ഒരാൾ. കാന ഖദ് ഇസ്തഅദ്ദ മുൻദു അൻ ബലഹു നബഉൽ ഹർബി തഹരീരിയ ലിൽ നിഖ്റാത്തി ഫിൽ ജയ്ഷ്, അദ്ദേഹം ചെറുപ്പം മുതൽ സൈന്യത്തിൽ ചേരാൻ വേണ്ടി പരിശീലനങ്ങൾ നടത്തിയിരുന്നു. ലക്കിന്നഹു ലം യത്ലുബ് ഇലൈഹിൽ ഇൽതിഹാഖ് ബി അയ്യത്തി ഖത്അത്തിൻ, പക്ഷേ അയാൾക്ക് ഒരു നിലക്കും അതിന് അവസരം കിട്ടിയില്ല. ലിഅന്ന ദൗറഹു ലം യഅതി, കാരണം അദ്ദേഹത്തിൻ്റെ അവസരം വന്നില്ല. ഫക്കാന ലിദാലിക ഹസീനൻ താറത്തൻ മുതവത്തിറൻ, അതുകൊണ്ട് തന്നെ അയാൾ ദുഃഖിതനായിരുന്നു, അയാൾ ടെൻഷനുള്ള ആളായിരുന്നു. മുതവത്തിറൻ ഉഖ്റ യതൂഫു ഷവാരിയ ഹാമിലൻ മിദിയാൻ സഗീറൻ, അദ്ദേഹം ഇങ്ങനെ അങ്ങാടിയിലൂടെ ഒരു ചെറിയ റേഡിയോ ചെവിയിൽ ചേർത്ത് പിടിച്ചിങ്ങനെ നടന്നു. ഇസ്ഗായിലൽ അഖ്ബാരി വയദീറുഹു ഇബ്റത്തൽ മിദിയ യദ്ഫൗഹ മിൻ മഹത്തത്തിൻ ഇലാ ഉഖ്റ, ഒരു മഹത്തത്തിന് സ്റ്റേഷൻ, ആ മിദിയാൻ്റെ. അപ്പോൾ ഇങ്ങനത്തെ ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ചില വാക്കുകൾ അവിടെ ആദ്യം ലാബിത്തുണ്ട്. ലാബിത്തിൻ്റെ ഒരു അവസ്ഥ അവിടെ പറഞ്ഞല്ലോ. നമ്മളൊരു കഥ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പരീക്ഷ കൂടെ മുന്നിൽ കണ്ടിട്ടാണല്ലോ അത് പഠിക്കുന്നത്. അപ്പോൾ കഥ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു ലാബിത്തിനെയാണ്. ആ ബോംബ് കുമ്പുലത്തിന് ആ കാര്യങ്ങളൊക്കെ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പ്രയാസപ്പെടുന്ന ഒരു ലാബിത്ത്, അയാൾ മുത്തഹസ്സിങ്ങൾക്ക് വിളിക്കുന്നുണ്ട്. എന്തിന്? ലിബത്താലിൽ കൊമ്പുലത്ത് ബാത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അത് അയാൾക്ക് കഴിയുന്നില്ല. അദ്ദേഹം ഭയപ്പെടുന്നത് എന്താണ്? അയ്യത്തഫജറൽ കുമ്പുലത്തിൻ്റെ ഒരു പൊട്ടിത്തെറി. അതോടൊപ്പം അത് പൊട്ടിത്തെറിച്ചാൽ എന്തുണ്ടാവും? ബിൽഡിങ്ങുകൾ തകരും. യുക്കസ്സിറുൽ അബിനിയ, അത് ആ ഒരു ഇത് അദ്ദേഹം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം, അതാണ് ഒരു ക്ലോസ് നമ്മളവിടെ പറഞ്ഞു വെച്ചത്. ഇനി അടുത്തൊരു സാഹചര്യം, ഒരു യുവാവ് വരുന്നു. അപ്പോൾ യുവാവ് വരുന്നു എന്ന് പറയുമ്പോൾ ഖുവാവ് എന്നുള്ളതിന് ഷാബ് എന്നുള്ളതാണ് അറബി. മറബിൽ ബാഹ, ആ രീതിയിലാണ് പറഞ്ഞു വന്നത്. അങ്ങനെ അയാൾ ആരായിരുന്നു എന്ന് ആദ്യം പറഞ്ഞു. അദ്ദേഹം ആരായിരുന്നു? കാന ഖദ് ഇസ്തഅദ്ദ മുൻദൻ ബലഹു നബഉൽ ഹർബി തഹരീരിയ ലിൽ നിഖ്റാത്തി ഫിൽ ജയ്ഷ്, അദ്ദേഹം സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു. പക്ഷേ ലം യത്ലുബ് ഇലൈഹിൽ ഇൽതിഹാഖ് ബി അയ്യത്തി ഖത്അത്തിൻ, ഒരു നിലക്കും അയാൾക്ക് സൈന്യത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പിന്നെ അയാൾ ആ വരുന്നൊരു രംഗം, അയാളടുത്തൊരു റേഡിയോ ഉണ്ട്. റേഡിയോ എന്നുള്ളതിന് പദമാണ് മിദിയ. അപ്പോൾ ഈ പദങ്ങളൊക്കെ ഓർത്ത് വെക്കണം. മിദിയ അൻ സഗീറൻ,
പിന്നെ യുസ്ആ ഇലൽ അഖ്ബാരി, അദ്ദേഹം വാർത്തകളിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്നു. പിന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ വരവ്, അതാണ് ഒരു കഥയുടെ പ്രത്യേകത. അയാൾ വരുമ്പോൾ അയാൾ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ യുദീറു ഇബ്റത്തൽ മെതിയ, ഇബ്റത്തന് സൂചി എന്നാണ്. അപ്പോൾ റേഡിയോ കണ്ടവർക്ക് അറിയാം, റേഡിയോയിൽ ഒരു സൂചി ഉണ്ടാവും, അതങ്ങനെ തിരിച്ച് സ്റ്റേഷൻ കറക്റ്റാക്കി വെക്കണം. അപ്പോൾ വളരെ ക്ലിയർ ആവും. അത് ചിലപ്പോൾ പിന്നെ സ്റ്റേഷന് ക്ലിയർ കുറവുണ്ടെങ്കിൽ അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല സൗണ്ടൊക്കെ ക്ലിയർ ആവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് അയാൾ വരുന്നു. വഇൻദമ ഇഖ്തറബ മിൻ മക്കാനിൽ ഖുംബുല വറആഹ അഹ്സ റഅദതൻ ഫി ഔസാലിഹി. അങ്ങനെ ഈ ഖുംബുലത്ത് കണ്ടപ്പോൾ അയാൾ അങ്ങോട്ട് എത്താനുള്ള ആഗ്രഹം അയാൾ ജനിച്ചു. വഹു യുന്ദിയുൻ സാബിഖ് യാരിഫു മദദ് ദിമാറില്ലതി സതഹദുൽ ഖുംബുല വയദ്രികു ഖുതൂറഹ. അദ്ദേഹത്തിന് ഖുംബുലത്തിനെ കുറിച്ചും അതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ചുമൊക്കെ അറിയാം. വഅന്ന സമല ഇൻഫിജാരിഹ റുബ്ബമഹാൻ, ഒരു പക്ഷേ ടൈം ബോംബാണ്, അതിൻ്റെ സമയം ഒരുപക്ഷെ അടുത്തിട്ടുണ്ടാകാം. വല്ലഖ്തിറാബ് മിൻഹ യഹ്മിലുൽ മൗത്ത്, അതിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഖാല ഫീ നഫ്സിഹി, അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. പിന്നെ അപ്പോൾ അദ്ദേഹത്തിന് വറാഹ സറാദത്തം ഫി ഉസാലിഹി എന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് ചെറിയ പേടിക്കുള്ളിൽ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ അത് വെച്ചിട്ട് അയാൾ മനസ്സിൽ പറയാണ്, വഹുയുന്ദിയുൻ സാബിഖുൻ യാരിഫു മദദ്ദിമാരില്ലതി സദഹദ് സുൽ ഖുംബുല. പഴയ പട്ടാളക്കാരൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് അയാൾക്ക് അറിയാം. വയുദ്രിക്ക് ഖുതൂറഹ അലൽ അർവാഹി ഫിൽ മസാക്കിനി വശവാരി, അതിൻ്റെ അപകടം അർവാഹ് ആളുകൾക്ക്, അത് ആത്മാക്കൾക്ക് തന്നെ, ആളുകൾക്ക് താമസിക്കുന്നവർക്കും മറ്റൊക്കെ ഉണ്ടാവുന്നത്. ലാക്കിന്നഹു യുദ്രിക്കു അന്നൽ ഖുംബുല മൗഖൂത്ത വന്ന സമനം ഫിജാരിഹ റുബ്ബമഹാന, ഈ ടൈം ബോംബാണ്, അതിൻ്റെ പൊട്ടാനുള്ള സമയം റുബ്ബമഹാന ചിലപ്പോൾ അടുത്തിട്ടുണ്ടാകാം. വൽ അഖ്തിറാബു മിൻഹ യഹ്മിലുൽ മൗത്ത്, അതിനോട് അടുത്ത് ചെന്നാൽ മരണത്തിനും സാധ്യതയുണ്ട്. ഖാല ഫീ നഫ്സിഹി, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, അനലാസത്തിയുൽ മുജാസഫന് റിസ്ക് എടുക്കാൻ പറ്റൂല. ദാലിക ലൈസ മിൻ മുഹിമ്മത്തി, അതെൻ്റെ പണിയുമല്ല. റുബ്ബമാ തസബ്ബബത്ത് വനുഹാവിൽ ഇബ്താലുഹ ബിസുറ ഇൻഫിജാരിഹ, ഒരുപക്ഷെ എനിക്കത് ബാത്തിലാക്കാൻ കഴിഞ്ഞെന്ന് വരാം. ഫ അക്കൂനു ഖദ് ലഹൈതു ബിനഫ്സി തൽഹിയതൻ ലൈസ ഫി മജാലിഹ, പക്ഷേ അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ സ്വയം ബലി കൊടുക്കുന്ന അവസ്ഥയും വരും. ഏതായാലും വറുബ്ബമാ ദർഉഹൽ മുഖ്തസൂൻ ഇദാ വസലുൽ ആന വനസു ആലത്തല്ലിം ഫിജാരി മിൻഹ, ഒരുപക്ഷെ ഇതിൻ്റെ ആളുകളൊക്കെ എത്തി അത് നിർവീര്യമാക്കാനുള്ള ശ്രമവും നടക്കാം. എന്തായാലും അലഹാദ വഖഫ ബഈദൻ ഫിസ്സഫിൽ അവലി മിനൽ മുതജംഹിരീന. അപ്പോൾ അയാളും തന്നെ ആദ്യം ഇതൊക്കെ കണ്ടു, ഇയാളിങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ നിന്നു, ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് വറാഹ യൻദുറു ഇലൽ ഖുംബുല വയസ്ആ ഇലൽ മിദിയ ഇല്ലദി അൽസഖഹു ഫൗക ഉദ്നിഹി. അങ്ങനെ അവിടെ നിന്നിങ്ങനെ റേഡിയോയിലേക്ക്, നമ്മൾ ഇന്നത്തെ കാലത്തെ ഭാഷയെ പറഞ്ഞാൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ടും കേട്ട് അങ്ങനെ നിന്നെന്ന് വേണമെങ്കിൽ പറയാം. വയുറഖബ് ഖൈരിഹി വസൂല ഫരീഖിൻ നസൽ ഖനാബില ബിതവത്തുരിൻ യുതസാഇദു ഫീ കുല്ലി സാനിയ, എല്ലാ സമയത്തും പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വിഭാഗത്തെ അത് ബാത്തിലാക്കുന്ന ഒരു വിഭാഗം വരുന്നതും കാത്ത് അങ്ങനെ അയാൾ ഇങ്ങനെ നിന്നു. കാൻ അല്ലാബിത്തു, ഇതാണ് ഇപ്പോഴത്തെ ആ യുവാവിൻ്റെ അവസ്ഥ. കാൻ അല്ലാബിത്തു ഫി ഹാദിഹിൽ അസ്നാഇ യർകുദു ഇലാ മക്തബിഹി ഫയുഗൈബു ഫീഹി ലഹ്ലാത്തുൻ. ഈ സമയത്ത് നമ്മുടെ ലാബിത്തായിരുന്നു, ഓഫീസിൽ പോകും, കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് തന്നെ വരും. വയഹ്റുജു മിൻഹു റാക്കിലൻ ബിത്തിജാഹിൽ ബാഹ് വഹുവ യുഷീറു ബിയദൈഹി മുലവ്വിഹൻ വ മുഹദ്ദിറൻ അന്നാസ. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ എല്ലാവരും വാണിംഗ് കൊടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്കുന്നൊക്കെ പറയും. വലാസിയമാ മൻകാന മിൻഹും ഫി ഷുറഫാത്തിൽ ബുയുത്തി, പ്രത്യേകിച്ച് വീടിൻ്റെ ഷറഫാത്തിലുള്ള അഥവാ ബാൽക്കണിയിലുള്ള ആളുകളെ. വയഹസു അനാസുറഹു അല ഇബാദിൽ മുതജംഹിരീൻ, പബ്ലിക്കിനോട്, പൊതുജനത്തോട് ഇങ്ങനെ ദൂരത്താകാനും അദ്ദേഹം ഇങ്ങനെ ആജ്ഞാപിക്കും. വയഖ്തറബു മിൻ സുഫൂഫിഹിം വയദ്ഫുൽ മുതഖദ്ദിമീന മിൻഹും മുഹാവിലൻ റദ്ദഹും ഇലൽ ഹൽഫി, അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ അടുക്കും, അവരുടെ സഫിൽ ഇങ്ങനെ നിന്നിട്ട് ഫയദ്ഫുൽ മുതഖദ്ദിമീന, മുന്നിട്ട് വരുന്ന ആളിങ്ങനെ പിന്നിക്ക് ഇങ്ങനെ ഉന്തിപ്പിടിക്കും. ഒരു തിരക്കുണ്ടാകുമ്പോൾ പോലീസുകാർ കാട്ടുന്ന ഒരു സാഹചര്യം എനിക്കറിയാമല്ലോ. മുഹാവിലൻ റദ്ദഹും ഇലൽ ഹൽഫി, അവരെ പുറകിലേക്ക് നിൽക്കാൻ വേണ്ടി. വഖത്തലക്ക മിൻ ഹഷാബ് ഇദ്ദത്ത് ദഫാത്തിൻ, പലവട്ടം ഈ യുവാവിനെയും അങ്ങനെ പുറകിലേക്ക് പിടിച്ച് തള്ളി. ലാക്കിന്നഹു കാന യഊദ് ഇല അമാം കുല്ലമാ ഇബ്തഅല്ലാബിത്തു, ഈ ലാബിത്ത് പിടിച്ച് പിന്നു കുന്തുമ്പോഴെല്ലാം അയാൾ മുന്നിക്ക് തന്നെ വരും, അദ്ദേഹം മുന്നിക്ക് തന്നെ വരും. വയഖ്തൂനഹു വൽ ഖുംബുല ഖുതുഫത യുഫക്കിറു ബഅദഹ, ഒന്നുകൂടെ മുന്നിക്ക് ബോംബിൻ്റെ അടുക്കൽ വന്നിങ്ങനെ വന്നിങ്ങനെ ചിന്തിക്കും. സുമ്മ യതവഖഫു സുമ്മ യഖ്തറു വൽ മിദിയ വലാ ഉദ്നിഹി, ഒന്ന് മുന്നോട്ട് വരും, ഒന്ന് പിന്നോട്ട് പോകും, പിന്നെ ഒന്ന് ചിന്തിക്കും. അപ്പോഴൊക്കെ വൽ മിദിയ അല ഉദ്നിഹി, ആ റേഡിയോ അയാളെ ചെവിയിലുണ്ട്.
ഫയർജിയു ലാബിത്തു ഇലൈഹി വയദ്ഫൗഹിലൽ വറാ, പുറകിലേക്ക് മടങ്ങും പിന്നെയും വലായു കാവ്യം ബല്യത്തറാജു ലാക്കിന്നഹു ലാ യൽബസ് അൻ യതഖദ്ദം ലഖദ് അൽമറ ഫീ ദാത്തിഹി അംറൻ വഅഖദ യഹ്ദുഫു നഫ്സഹു. അങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ ചെയ്തതിന് ശേഷം അയാളുടെ മനസ്സിൽ എന്തോ ഒന്ന് കയറിക്കൂടി. ഇദം ഫജറത്തിൽ ഖുംബുല ഇർതഫഅത് ഷലായഹ ഇല അയല, ഈ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ ഇർത്തഫാത്ത് അതിൻ്റെ തീപ്പൊരികൾ മുകളിലേക്ക് ഇങ്ങനെ തീനാളങ്ങൾ തീഗോളങ്ങളായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊന്തിക്കഴിഞ്ഞാൽ ഇന്ദൈദിനല അക്കൂനു അല മക്കുറബത്തിൻ മിൻഹ, ഞാൻ ഈ ബോംബിനടുത്തായിരിക്കും. വതഹ്ത ഹൈമത്തിൻ മിൻ ഷലായഹ, ഏതെങ്കിലും ഒരു ഹൈമയിലായിരിക്കും അതിൻ്റെ തീപ്പൊരി വീണ. വഹത്താലോ അസാബത്തിനി ഷളിയത്തുൻ ഔ ഹിജാറത്തുൻ മുതതായറത്തുൻ ഫഇന്നഹ ലൻ തഖ്തുലനി, അതിൽ നിന്ന് ഒരു തീപ്പൊരിയോ അതിൽ നിന്നൊരു കല്ലോ പറന്നു വന്ന് വീണാലും അതെന്നെ കൊന്നുകളയുകയില്ല. ലസൗഫിലോ മുമ്പത്തിഹൻ സഹഫ് മുൻപത്തിഹൻ ഹത്താസിലു ഇലൈഹ, ഒരു പക്ഷേ ഞാനിങ്ങനെ നിലത്ത് കിടന്ന് അതിലേക്ക് എത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അൽ ഖുംബുല തുസീബുൽ വാഖിഫീന അക്സറു ഖദ് സഖത അലാ മഖ്റബത്തിൻ മിൻ ഇൻസാൻ ഫലാ തൻഖുലുഹു ഇദൻ തബഹ ഫൗഖൽ അർളി, ഭൂമിയിലിങ്ങനെ കമിഴ്ന്ന് കിടന്നാൽ ഒരുപാട് ജനങ്ങളെയൊന്നും അത് പ്രയാസപ്പെടുത്തൂല. അപ്പോൾ അയാളിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ അയാൾ ചിന്തിച്ചിട്ട് അയാൾ എത്തണം അന്നഹ ഖതൽതനി ഫലസ്തു അഫ്ളു മിനല്ലദീന ഖുതിലു ഫിൽ ജബ്ഹത്തി ഔ മാതു വഹും ആമിനൂന ഫീ ബുയൂത്തിഹിം. എങ്ങനെയായാലും ബോംബ് പൊട്ടിയ കുറേ ആൾക്കാർ മരിക്കും, പിന്നെ ഞാനും അതിൽ ചിലപ്പം പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ മരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഏതായാലും ഹദസ ഹർജും വ മർജും ബൈനൽ വാഖിഫീൻ തറാക്കൽ ബാദുഹും ഇലാ വറാ ബാദുഹും ഇലാ അമാം, ഉന്തും തള്ളൊക്കെ ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. കുറേ മുന്നിക്ക് വരും, കുറേ പിന്നിക്ക് വരും. വംതദ് അസാബിഉ നൗഷാബിൻ ഇംബത്തഹ വറാഹ യസ്ഹഫ് കാന ഖദ്ദഫ ബിൽ മിദിയ ഇലാ അഖ്റബ് ഷഖ്സിൻ ഇലൈഹി വമലാ സുഹ്ഫൻ നഹ്വൽ ഖുംബുല. അങ്ങനെ ഇയാൾ ഇതിനിടയിൽ തൻ്റെ കയ്യിലുള്ള റേഡിയോ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ ഏൽപ്പിച്ചുകൊണ്ട് അയാളിങ്ങനെ വെല്ലെ കിടന്ന് അല്പാൽപമായിട്ടിങ്ങനെ കുമ്പുലത്തിന് നേരെ നീങ്ങി. അമ്മല്ലാബിത്തുല്ലദീഖാന യറുദ്ദുന്നാസൈലാവറായി ഫഖ തവഖഫ വസ്തദാറ. അങ്ങനെ ജനങ്ങളങ്ങനെ തള്ളി മാറ്റുന്നതിനിടയിലാണ് ഈ ലാബിത്ത്, ഈ കിടന്നുകൊണ്ട് മുട്ടിലഴഞ്ഞു പോകുക എന്ന് പറയില്ല, ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോകുന്ന ഈ മനുഷ്യനെ കാണുന്നത്. അപ്പോൾ ബോംബ് നിർവീര്യമാക്കാൻ പോകുവാനാണല്ലോ, ആ ഒരു സീക്വൻസിൽ പോകണ്ടേ. അത് കണ്ടപ്പോൾ ഫാജഅതുഹു ഹർക്കത്ത ഷാബി ഫസാഹ മൗലിബൻ, അത് കണ്ട് ഉറക്കണ്ട് അൻതയാ ഇർജ് ഖുൽതു ലക ഇർജ് ലാ തഖ്തരി മിനൽ ഖുംബുല വലാ തമുസ്സഹ. മനുഷ്യ യുവാ സഹോദര, അങ്ങോട്ട് പോകല്ലേ, ഇർജ് ഖുൽതു ലക ഇർജ്, നിന്നോട് പറഞ്ഞില്ലേ മടങ്ങൂ. ലാ തഖ്തരി മിനൽ ഖുംബുല വലാ തമുസ്സുഹ, നിങ്ങൾ ചെല്ലു, വലാ തമുസ്സഹ, നിങ്ങൾ ഇതിനെ ടച്ച് ചെയ്യരുത് കേട്ടോ. ഇൽതഫത അശ്ശാബ് ഇലാ വറാഹ് വലവ്വഹ ബിയദിഹി ലില്ലാബിത് വതബ അസ്സഹ്ഫ്. അപ്പോൾ അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കി, ഈ യുവാവ് തിരിഞ്ഞു നോക്കിയിട്ട് ചില ആംഗ്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എന്താണ് സംജർ അല്ലാബിത്ത്, സംജർ സൗണ്ട് കഴുത്ത് തൊണ്ടയെ കുടുങ്ങിയിട്ട് പറയുന്നതിനാ പറയാം. പുൽത്തലക്ക അലാ തസ്മാ മജ്നൂൻ, ഹേയ് മജ്നൂൻ ഭ്രാന്ത, ഹേയ് ആർ യു മാഡ്, നിങ്ങളെന്താടോ ഇത് കേൾക്കാത്ത, മടങ്ങും. വഖാല അഹദുൽ വാഖിഫീൻ, നിൽക്കുന്ന ആളുടെ ഒരാൾ പറഞ്ഞു, ഔദു ബില്ലാഹി മിൻ ഹാദൽ ജീൽ, ഇപ്പോഴത്തെ ആൾക്കാരെ പടച്ചോനെ തൊട്ട് ഞാൻ കാവലിനോ. വല്ലാ ഫഷേഖ് യാ ലത്തീഫ്, ഒരു മധ്യവയസ്കൻ പറഞ്ഞു, യാ ലത്തീഫ്, ഇയാളെ ഈ പോക്ക് കണ്ടിട്ട് ആൾക്കാർക്കൊക്കെ ബേജാറായി. യാ ലത്തീഫ്, പടച്ചോനെ. വസത്ത് ഇമ്രാത്ത് ഇതിനെ ഹാബി കഫൈ ഹാവ തറാജത്ത് ഖായിഫത്ത, ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ തൻ്റെ ചെവി ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഇപ്പം പൊട്ടും. നക്കാല ഷബ് ദൗഹു അല്ലാമ, യുവ പറഞ്ഞു നിങ്ങൾ ദുആ ചെയ്യിക്കും, അള്ളാഹു സഹായ. ഫസാഹ ബിഹി ജുന്തി, അവൾ അട്ടഹസിച്ചു. ലാ തതകല്ലം കസീറൻ വർജി ഇലാ വറാ ഹാദിഹി മുഖാലഫത്തുൽ ലിത്തഅലീമാത്ത്, നിങ്ങൾ സംസാരിക്കാതെ പുറകിലോട്ട് വരൂ, ഇത് തഅലീമാത്തിനെതിരെയാണ്, അഥവാ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ രീതികൾക്കെതിരെയാണ്. വസാഹല്ലാബി ബിന്നാസ് ഇലാവറ മാ ഹാദിഹിൽ ഫൗള, എന്താണ് നിങ്ങൾ കാട്ടുന്നത്, എന്താണ് ഈ ഒരു അതിരുകവിയൽ, പുറകിലോട്ട് പോകൂ. ഖാല റജുൽ കാന്നഹ അഖിലത്തു ഹലാവത്തിൻ, ഇയാൾ പോണ കണ്ടിട്ട് വല്ലതും തിന്നാൻ പോകുകയെന്ന് കണ്ടിട്ട് പിന്നെ തിന്നാനുള്ള നമ്മൾ പറയില്ല, എന്തോ ഉരുള വിഴുങ്ങാൻ പോകുന്ന പോലെ എന്ന് പറയില്ല, അതാണ് അഖിലത്തു ഹലാവത്തിൻ, മധുരമുള്ള ഒരു തീറ്റയാണെന്ന് കരുതിയിട്ടാണോ ആ ചങ്ങായി പോകുന്നത്. സയമൂത്തു ഹാദൽ മജ്നൂൻ, ഈ ഭ്രാന്തൻ മരിച്ചു പോകും. റദ്ദാലേഹി ആഖർ, വേറൊരാൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭാഷണത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു ബോംബ് അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു സാഹചര്യം,
ചുറ്റും ഒരുമിച്ച് കൂടിയ ജനങ്ങൾ, ഈ ആളുകളുടെ ഒരു മാനസികാവസ്ഥ, ഇത് കാണുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ, ഇനി ഇതിന് പട്ടാളക്കാരനോ അല്ലെങ്കിൽ പോലീസുകാർക്കോ ഇതിനൊന്നും ചെയ്യാൻ വയ്യ. ഇവിടെ മറ്റൊന്ന്, പിന്നെ ഇതിപ്പോൾ നമ്മുടെ രാജ്യമല്ലല്ലോ, പിന്നെ ഏത് രാജ്യമാണെങ്കിലും അവിടുത്തെ ഒരു സിസ്റ്റത്തിൻ്റെ, അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായുള്ള തടസ്സങ്ങളൊക്കെ നീക്കി അവരെത്തുമ്പോഴേക്കുള്ള കാലതാമസം, ഇതൊക്കെ ഈ ഒരു രചനയിൽ ചിത്രീകരിക്കുകയാണ് ഹന്നാമീന. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു കാഴ്ചക്കാരായി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഷജാഅത്തോടുകൂടെ, ധീരതയോടുകൂടെ ഒരാൾ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? കുറേ ആളുകൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും, ചിലർ ചെയ്യില്ല, ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ചിലർ ചെയ്യും, പിന്നെ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പല രീതിയിലുള്ള ആളുകൾക്ക് ഉണ്ടാവുമല്ലോ. അതൊക്കെയാണ് ഈ ഒരു വരികളിലൊക്കെ അതിനൊക്കെ നമ്മളൊരു ഇന്നർ റീഡിങ് നടത്തേണ്ടത്. റദ്ദ അലൈഹി ആഖർ ല യമൂത്ത് ഹദാ മിൻ ഫറൈൽ ഹന്ദസ വഹാദാ ഷൗലുഹു. ഇതൊരു തരം എഞ്ചിനീയറിംഗ് ആണ്, ഇത് അയാളുടെ പണിയാണ്. വഫക്കർ അല്ലദീ തസല്ല മിൻഹുൽ മിദ്യാ സഖീർ. പിന്നെ ഈ റേഡിയോ ഏൽപ്പിച്ചിരുന്ന ഒരാളെ, അയാളിങ്ങനെ ചിന്തിച്ചു, ലിമൻ ആത്ത റേഡിയോ ഇതാ മാത്ത, ഇയാളങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ റേഡിയോ പാര ഏൽപ്പിക്കുക. ലോക്കാലി ഇസ്മുഹു അലൽ അക്കൽ, ആ ചെങ്ങായിക്ക ഇത് ആർക്ക് കൊടുക്കണം? റേഡിയോ ഏൽപ്പിച്ച് പോയിക്കുകയാണല്ലോ, ഇത് ആരെ ഞാൻ കൊടുക്കുക, ഇത് ആരുടെ അടുത്ത് ഏൽപ്പിക്കുക എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. ലോ സഅൽതുഹാന വാ അല്ലാഹ് ലം യത്രുക്കിലി മജാല, എനിക്കിപ്പോൾ ഒരു വഴിയില്ലല്ലോ. കാന വാഖിഫൻ ജംബി സുമ്മൻ ആവലനി റേഡിയോ, അയാൾ എൻ്റെ അടുത്ത് നിൽക്കിയിരുന്ന് റേഡിയോ എന്നെ ഏൽപ്പിച്ചു. വാ സഹഫ, അയാളിങ്ങനെ ഇഴഞ്ഞു പോയി. ലം തക്കുൻ അലാക്ക, വേറെ ബന്ധമില്ല. കാനൽ ജുനൂദ് യദ്ഫഉനഹു ഫയത്റാജഅ മുസ്ലുന ലോകാന മിൻ ഫറൈൽ ഹന്ദസ. അപ്പോൾ ഇത് അദ്ദേഹം സൈന്യങ്ങളുടെ അടുത്തായിരുന്നല്ലോ നൽകിയിരുന്നത്, ഇതിപ്പോൾ എൻ്റെ അടുത്താണല്ലോ നൽകിയത്. ഏതായാലും ഇതെന്താ ഇപ്പോൾ ചെയ്യുക? ഏതായാലും ഖത്തർ അലുഹാൻ യസിയ വറാഹു ഐഹ അൻ തലിമൻ അസ്ലം റേദിയോ ബാദക്, ഇയാൾ ഉറക്കെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് വിചാരിച്ച്, മനുഷ്യ ലിമൻ ഉസല്ലിമുർ റേദിയോ ബാദക്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റേഡിയോ ഞാൻ ആരെ ഏൽപ്പിക്കുക എന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിച്ച്. ഓറ അന്ന ജുന്തിയൻ ദഫഹു ഫറദ്ദഹു മാൽ മുതഖദ്ദിമീന ഫിൽ ഹൽഖത്തിൽ വറാ. അപ്പോൾ ഇതിങ്ങനെ ആളുകൾ ഇങ്ങനെ ഒന്നായിട്ട് മുന്നോട്ട് വരികയാണല്ലോ, ഈ മുന്നോട്ട് വരുന്ന ആളെ ലാഭിത്ത് പിന്നെ ഇങ്ങനെ തള്ളുണ്ടല്ലോ, ആ തള്ളലിൽ റേഡിയോ കയ്യിലുള്ള ആളും അങ്ങനെ ബാക്കിൽ കണ്ട് പോയി. ഏതായാലും സുമ്മ ഫക്കർ ഇതാത്തൈതുഹു റേഡിയോ ഫലാബുദ്ദൻ യസ്സലനി മസ്മു സാഹിബി ഫൈദാ ഖുൽതലൂല ആരിഫുല യുസദ്ദിഖനി വൈൻ മാ തഷാബ് പദവുമായി ബദഉബൈ ബസീന വജീം. അപ്പോൾ ഏതായാലും ഇത് യാ ഇലാഹി മാ ഹാദിഹിൽ ബലിയ. ഇനിയിപ്പോൾ ഞാൻ റേഡിയോ ആരെങ്കിലും എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ റേഡിയോ തന്ന ആളുടെ പേരെന്താണ്, എന്താ നിങ്ങളെയൊക്കെ തരാൻ കാരണം, അപ്പോൾ നിങ്ങളും അയാളും തമ്മിലുള്ള ബന്ധം എന്താ? പടച്ചോനെ കുടുങ്ങിയല്ലത്. മാ ഹാദിഹിൽ ബലിയ മൊയിൻ ബൈദിൻ ദവി ഇംഫിജാരിൻ ദഅറന്നാസ് വഖ്തലത്തുമാ ബൈന മുതഖദ്ദിം വ മുതഅഖിർ. എങ്ങനെയായാലും ജനങ്ങളുടെ അവസ്ഥ ഒരു മുന്നുക്കും പിന്നുക്കും ഒക്കെ വന്നുകൊണ്ടേയിരുന്നു. ഏതായാലും അങ്ങനെ മമറത്തൻ നുഹ്റ തഫിഖൽ ലാബിത് വജുനൂദി യബഅദൂന അന്നാസ് ദഫഊഹും ബിഖുവ്വത്തി യാ റബ് ഇന്നഹു യസഫ്. അയാളങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പടച്ചോനെ ലം യബഖ ബൈനഹു വബൈനഹ ബിളുഅത്ത് അംതാർ, അയാളുടെയും ബോംബിൻ്റെയും ഇടയിൽ ചില മീറ്ററുകളല്ലാതെ ഇല്ല. ലോ യസീഹു ബിഹുൽ ലാബിത്ത് ലോ യുസ്ജിറുഹു യുഹദ്ദീദുഹു. ലാബിത്ത് ഒച്ചയുണ്ടാക്കുന്നുണ്ട്, അയാൾ പേടിച്ച് നോക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. വഖാല റജുലു ബിൻ ഇബ്രാഹിം യുഹദ്ദിദു ബിമാ ബിത്ലാഖിന്നാർ അലൈ ബിതഹ്വീഫി മിനൽ മൗത്ത് അലാ തറാഹു യസ്ഹഫു ഇലൽ മൗത്ത്. എന്തിനാ ചങ്ങായി അയാളെ ഭീഷണിപ്പെടുത്തുന്നത്? അയാൾ സ്വയം മരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. അതിൻ്റെയൊക്കെ അറബിയാണ് പറയുന്നത്. യുഹദ്ദിദുഹു ബിമാദാ ബിത്ലാഖിന്നാരി അലൈ ബിതഹ്വീഫിഹി മിനൽ മൗത്ത്. മരണത്തെക്കുറിച്ച് അയാളെ പേടിപ്പെടുത്തുകയാണോ? അലാ തറാഹു യസ്ഹഫു ഇലൽ മൗത്ത്, മരണത്തിലേക്ക് വെച്ച് ഇഴഞ്ഞു നീങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഖാലല്ലദീ ഇഖ്തറഹ തഹ്ദീദ ഷാബ്, അയാളെ ഭീഷണിപ്പെടുത്തു എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു. കാന അലൈഹി അംയനു അജാബ് റജുൽ മുതഹക്കിമ തഫല്ലല അൻത ഫംനഹു. ഒരാൾ പറയാ, നിങ്ങൾ എന്ത് മനുഷ്യൻ, അയാളെ തടയണ്ടേ, എന്താ നിങ്ങൾ പോയി തടയും? ലൗകുൻ തമസ്സൂല, നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദിയെങ്കിൽ. ഫാഷാബി വെച്ച് മൂലി മസാഹ ലാബിത്ത്. ഇതേ സമയം ലാബിത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഇലൽ വറാ സതംഫജിറുൽ ഖുംബുല സതംഫജിറു യാ നാസ്. പുറകിലോട്ട് അണ്ട് മാറി നിൽക്കിൻ. സതംഫജിറു യാ നാസ്, ജനങ്ങളെ അത് പൊട്ടി വീഴും. സുമ്മ തറക ശാബ് വശഅനുഹു, പിന്നെ ആളുകൾ യോവാവിൻ്റെ കാര്യം വിട്ടു. വൻഷാല ബിറദ്ദിൻ നാസി അലന്നിൽ ബാഹ, ജനങ്ങൾ അവിടുന്ന് അയാൾ ഏതായാലും ബോംബ് പൊട്ടുമ്പോൾ അയാൾ കാര്യം തീരുമാവും, ബാക്കിയുള്ള ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ലഖദ ഖുദിയ അലൈഹി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അവർ വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. വല യൻഖദഹു ഇല്ലാ വസൂലു ഫരീഖൻ ഇസാലത്തുൽ ഖനാബിൽ, ഇനി
ഇസാലത്തുൽ ഖനാബിൽ ബോംബ് നിർവീര്യമാക്കുന്നവരെത്തുകയില്ല എന്നല്ലാതെ രക്ഷയില്ല. ലാക്കിനിൽ ഫരീഖ് താഹർ അലി അന്നഹു മഷ്ഊലും ബി ഖനാബിലിൻ ഉഖ്റ. പലയിടത്തും ബോംബ് യുദ്ധം കഴിഞ്ഞ് അതിൻ്റെ ഒരു തുടർച്ച കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, പലയിടത്തും ബോംബ് വീഴുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ വേറെ സ്ഥലത്ത് ബോംബ് നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫർഖുൽ ഇൻഖാദി വ മസാമീർ സയ്യാറാത്തുൽ ഇസ്സാഫ് തളിജു വ തഇജു. അവിടെ പിന്നെ മസാമീറു സയ്യാറാത്തുൽ ഇസ്ആഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആംബുലൻസിൻ്റെ ശബ്ദം അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പലയിടത്തും ആംബുലൻസുകൾ ഇങ്ങനെ ആളുകളെടുത്ത് പോകുന്നു, മരിക്കുന്നു, വീഴുന്നു, മുറിവേറ്റവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. യുദ്ധം കഴിഞ്ഞൊരു അവസ്ഥയാണിത്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ ബോംബ് ഇട്ടതും അവിടെ ആളുകൾ വെറുതെ ചുറ്റുകൂടുന്നതൊക്കെ പ്രശ്നമാണല്ലോ. എന്തായാലും അങ്ങനെ പോയിട്ട് ജനങ്ങളുടെ അഭിപ്രായം തുടരുന്നു. ഇഖ്തറബ അശ്ശാബു ഇലാ അദ്നാ മസാഫത്തിൻ മിനൽ ഖുംബുല. ഈ യുവാവ് കുംബലത്തിൻ്റെ വളരെ അടുത്തേക്ക് എത്തി. വകാന യസഫ് വഖദ് തവത്തറത് അഅസാബുഹു ഇലാ ദറജത്തിൽ ഇൻഹിതാം അലൽ അർള് അമാമഹു സഖതത് മിൻ ജബ്ഹതി ഖതറാത്തുൽ അറഖ്. അങ്ങനെ എൻ്റെ അടുത്തെത്തി അയാളിങ്ങനെ നിൽക്കുന്ന അവസ്ഥ ഇങ്ങനെ പറയാണ്. വഖാല ഫീ നഫ്സിഹി വഹു യസഫ് ലൗ കാനത്തിൽ അർളു തറാബിയതൻ ലഅസർതു ഫിഹൽ ഖുംബുല ഇന്ദഇദിൻ ലാ യകൂൻ ലി ഇൻഫിജാരിഹാ തഅസീറൻ. ഭൂമിക്കൊരു കുഴി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് ഇട്ടിരുന്നു ഞാനത് ഈ ബോംബ്. എങ്ങനെയായാലും ഈ അമ്മ ഹാദിഹിൽ അർളുൽ ഹജരിയ്യ അല്ലത്തി സഖതത് അലൈഹ ഫലൻ തകുഫ അദാഹ അനിൽ ബുയൂത്ത് വല നാസ് അൽ വുഹൂഷ് അൽഖു ഖുനാബിലുഹും വല ബുയൂത്ത് മുബാഷിറൻ. ഈ ബോംബ് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു മുബാഷിറായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അയാൾ അവിടെ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം വലാഉദ്നഹു വലൽ അർളി വാസ. അദ്ദേഹം ഭൂമിയിൽ ഇങ്ങനെ ചെവി വെച്ച് നോക്കി. സമിഅ തിക് തിക് താത്ത്, ടിക് ടിക് ശബ്ദം കേട്ടു. അൽസഖുദ്നഹു ജയ്യിദൻ ലിയരിഫ് ഹൽ കാന മുബാസൻ ഖബലഹു ഔ സഅത്തുൽ ഖുംബുല. അതിൽ വല്ല ടൈമും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ഇങ്ങനെ പരിശോധിച്ചു. ഹക്കഥ ഇസ്തന്തജ വറാഹ മിൻ ജദീദ് യസഫ് മുഖ്തരിബൻ മിൻഹ റാസിദൻ ഹർക്കാത്ത. അങ്ങനെ അതിനോട് കൂടുതൽ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സാറത്തുൽ അഹ്ലാത്തുൽ ബാഖിയ ഹിയ കുല്ലൽ ഹയാത്ത്. ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടിയുള്ളൂ തൻ്റെ ജീവിതത്തിൽ എന്നിങ്ങനെ മനസ്സിലാക്കുന്ന ഒരു രീതിയിൽ. ഏതായാലും അദ്ദേഹം അങ്ങനെ നിൽക്കുകയാണ്. സാറത്തുൽ അഹ്ലാത്തു മലാവത്തു തറാജ് അൽ മസാഫത്തുൽ ബാഖിയ ഖുംബുല അക്സറു ബി അശറാത്തുൽ മറാത്ത് മിനൽ മസാഫത്തിലെത്തി ബിമക്കാനിൻ അമീനിൻ ഇന്നഹു വഹീദ്. ഇനി സുരക്ഷിതമായ വഴിയിലേക്ക് നീങ്ങാൻ അദ്ദേഹത്തിന് സമയമില്ല, വളരെ അടുത്ത്. ലാലേസ വഹീദൻ ഹുവ വൽ ഖുംബുല. ബോംബും അദ്ദേഹവും. ഇന്നഹു യറാഹ അബ്സറഹു മുഅല്ലഖതൻ ബിഹ. ബോംബ് കാണുന്നു, അതിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം അതിൻ്റെ കൈ കൊണ്ട് തൊട്ടു. വൽ ഖത്തറു കുല്ലുഹു ഫി ഇഖ്തിറാബി യദിഹി മിൻഹ. കൈ കൊണ്ട് പിടിക്കുന്നതാട്ടോ ഏറ്റവും വലിയ അപകടം. തജ്മദുന്നാസു ഫി അമാക്കിനിഹിം. ജനങ്ങളിങ്ങനെ ശാന്തമായി നിൽക്കുന്നു. ഒരു യുവാവ് ബോംബിനോട് കൈകൾ അടുപ്പിക്കുന്നു. ഖുലൂബുഹും സാറത്ത് ഫി ഹുലൂഖിഹിം. അവരുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലെത്തിയിട്ടുണ്ട്. നസൗ അംഫുസഹും വ നസൂ ഖത്റൽ ഖുംബുലത്തി അലൈഹിം. അവർ ബോംബ് മറന്നു, ബോംബിൻ്റെ അപകടം മറന്നു. സാറഷാബുൽ മുദ്ഹവ്വറുൽ മജ്നൂൻ ഷാഗലുഹും. അവരിപ്പോൾ ആ യുവാവിനെയാണ് ശ്രദ്ധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭ്രാന്ത്. തഅല്ലഖത് ബിഹി അബ്സാറും റാഹു യുതാബിഊന ഹർകാത്തു. അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ ഇങ്ങനെ നോക്കി, കൈ കൊണ്ടുപോകുന്നതും ബോംബ് ചുറ്റും നിൽക്കുന്നതും ബോംബ് പരിശോധിക്കുന്നതും ഒക്കെ പരിശോധിച്ചു. ലം യബ്ഖ ബൈനഹു വ ബൈനൽ ഖുംബുല സിവാ ദിറാ. ഇപ്പോൾ അയാളുടെയും ബോംബിൻ്റെയും ഇടയിൽ ഒരു മുഴം മാത്രം. സുമ്മത്തത ഫൗഹീന സാറത്ത് ദിറാ ഷിബ്രൻ. അതൊരു ചാണായി മാറി. സാദ സംത് ഗാനസംത് റഹീബൻ അമീഖൻ ഷാമിലൻ. വളരെ ശാന്തമായ അന്തരീക്ഷം, നിശബ്ദത, എങ്ങും നിശബ്ദത. വസമിയ സൗത്ത് മിസ്മാരി സയ്യാറാത്തിൻ തഖ്തറിബ്. കാറുകളുടെ സൈറൻ മുഴങ്ങുന്ന ശബ്ദം ഇങ്ങനെ കേട്ടുന്നു. കാനത്ത് ഹദിഹി സയ്യാറാത്തുൽ ഇൻഖാദില്ലത്തി വസലത്ത്. ഇത് ബോംബ് നിർവീര്യമാക്കുന്നവരുടെ വാഹനമാണ്. വതറാഖൽ അന്നാസ് വന്തരീഖിഹ. ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോടാൻ തുടങ്ങി. യഹ്തല്ലത്ത് ഹിൽഖത്തുഹും. അവരുടെ കൂട്ടം പിരിഞ്ഞു. വതറാജു വതഖദ്ദമു. അവരെല്ലാം മടങ്ങി. വവജദല്ലാബിത്തു അന്ന അലൈഹി യബ്ദല മജ്ഹൂദൻ അഖീറൻ ഖവിയ്യ ലിറദ്ദന്നാസ്. ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പിടിച്ചും മുന്നോട്ടൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ലാബിത്ത് അവരെ ഒതുക്കാൻ വീണ്ടും ശ്രമിക്കുന്നു. എന്നിട്ട് അവരിൽ നിന്നും അപകടം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇന്ദഫ ഇലൈഹി ബിഖുവ്വതി വജഅല വജനൂദുഹു യർജിനൂഹും യറുദ്ദൂനഹും ഇലൽ അബ്നിയ്യൽ ഖരീബ കമാ യഹ്തമ്മു ബിഹ. ഈ സൈന്യം വന്ന് അല്ലെങ്കിൽ ഈ ബോംബ് ബാത്തിലാക്കുന്നവർ വന്ന് അവരൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നു. ഏതായാലും ജനങ്ങളെയൊക്കെ ഒരുവിധമൊക്കെ ഒതുക്കി നിർത്തി. എല്ലാവരെയും പല കെട്ടിടങ്ങളിലേക്കായി മാറ്റി ഈ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം ശൂന്യമാക്കിയപ്പോൾ അവരിങ്ങനെ ചുറ്റും നോക്കി. ആ യുവാവിനെ അവർ കണ്ടില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി.
ലം യക്കുൻ അലൽ അർളി വല ഹൗലൽ ഖുംബുല, ഹി വാസ് നോട്ട് ദർ, അവിടെ ഉണ്ടായിരുന്നില്ല. നോട്ട് അപ്പോൺ ദ ബോംബ്, ബോംബിന് മുകളിലുണ്ടായിരുന്നില്ല, ബോംബിൻ്റെ അടുത്തും ചുറ്റും കണ്ടിരുന്നില്ല. എവിടെയായിരുന്നു? കാന ജാലിസൻ ഫൗഖഹ, അയാൾ ബോംബിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. വക്കാനത്ത് ഫി ഫമിഹി സിക്കാറത്തുൻ യഷിലുഹ, അദ്ദേഹത്തിൻ്റെ വായിൽ ഒരു സിഗരറ്റ് ഉണ്ട്, അതെങ്ങനെ വലിച്ചിരിക്കുന്നു. അപ്പോൾ അയാൾ ബോംബ് നിർവീര്യമാക്കിയിട്ട് സിഗരറ്റും വലിച്ച് ബോംബിൻ്റെ പുറത്തങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ധീരനായൊരു മനുഷ്യൻ്റെ സജീവമായ ഇടപെടൽ, അതാണ് അല്ലതി അബ്തലൽ ഖുംബുല എന്ന് പറയുന്നത് ഈ യുവാവാണ്, ഇദ്ദേഹമാണ് ബോംബ് നിർവീര്യമാക്കിയത്. അപ്പോൾ ആ ഒരു സാഹചര്യം, ഇതിൻ്റെ ഒരു ഖുലാസ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ലളിതമായ അറബി ഭാഷയിൽ മനസ്സിലാക്കി എഴുതാൻ പറ്റിയ രീതിയിലുള്ള ഖുലാസ കൊടുത്തിട്ടുണ്ട്. പല്ലതി അബ്ദൽ ഖുംബുല എന്ന നോവലിൻ്റെ കഥയുടെ ഇതിവൃത്തം മനസ്സിലായിട്ടുണ്ടാവും. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഥ എന്ന് പറയും, ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു തീമിലാണ്, ഒരു തീം എന്ന് പറഞ്ഞാൽ ഒരു ബോംബ് നിർവീര്യമാക്കാൻ വേണ്ടി വന്ന ഒരു യുവാവ്, അതിൻ്റെ ആ ലാബിത്ത്, അതിന് വരുന്ന എന്താ പറയുക, ഇൻഖാദ് സുരക്ഷാ ടീം, ഇവർ മാത്രമേ ഇതിലുള്ളൂ, ഒരു കഥാബിന്ദുവിൽ. നേരെ മറിച്ച് നോവലിലേക്ക്, നമ്മൾ നെക്സ്റ്റ് നോവൽ പറയാണ്ട്, നോവലിലേക്ക് മാറുമ്പോൾ കുറേ കാര്യങ്ങളുണ്ടാകും, 3 കഥകൾ, എന്നിട്ട് പിന്നെ അവയൊക്കെ ഒരു സന്ധിക്കുന്നൊരു ഘട്ടം ഉണ്ടാവും. അതൊക്കെ കൂടിയതായിരിക്കും മിക്കവാറും നോവലുകളൊക്കെ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ, തിരിയാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാവുന്നതാണ്. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ, വസ്സലാമു അലൈക്കും.